നിലാക്കായും വെളിച്ചം പൊങ്കുതി പരവശം. ആ പാട്ട് കേൾക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് സ്വപ്നം പോലെ ആയിരുന്നു. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഇത്ര പെട്ടെന്ന് ആൾക്കാർ ഇത് 8 ലൈനുള്ള ഈ പാട്ട് ആകെ കൂടി. മമ്മൂക്കനെ നേരിട്ട് കണ്ടിരുന്നു? കണ്ടിരുന്നു. ഓൾറെഡി മമ്മൂക്ക് പാട്ട് കേട്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് നമ്മൾക്ക് സിനിമയിൽ വരുമോ ഇല്ലെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഓൾറെഡി മമ്മൂക്ക കേട്ടു, അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നി. ഫോണിൽ കൂടെ കേൾക്കണ പോലെ അല്ലല്ലോ തിയേറ്ററിൻ്റെ ഉള്ളിലിരുന്ന്. അപ്പോൾ ഇത് എവിടെയൊക്കെയാണ് വരുന്നത്, അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു. അപ്പോൾ നമുക്കൊരു ഗൂസ് ബംസ് വരുമല്ലോ എന്തായാലും ആ സമയമ്പോൾ. ഏകദേശം സിനിമയുടെയൊക്കെ ഒരു ഇത് പറഞ്ഞതായിരുന്നു. റേഡിയോയിൽ കൂടെ കേൾക്കണ ഒരു ഫീലാണ് ഇത് വരുന്നത്. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കേൾക്കണതാണ്. ലിറിക്സ് കിട്ടിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ജാനകിയമ്മയുടെ പഴയ പാട്ടുകൾ, തമിഴ് പാട്ടുകൾ അമ്മ കേൾക്കണം, പ്രൊനൗൺസിയേഷൻ. അങ്ങനെയാണ് ഈ ഇതിൽ വന്ന എക്സ്പീരിയൻസ് അതൊക്കെ ആയിരുന്നു. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ ദാസാന്നാണ്. പക്ഷെ ആ സമയം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയി. എന്തായാലും കൃത്യമായ സമയത്ത് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ കയറിയിട്ടുള്ള, ഞാൻ പേരെടുത്ത് പറയാതെ തന്നെ ആളുകൾക്ക് മുഖപരിചയമുള്ള ഒരു പുതിയ സിംഗറാണ് നമ്മളെ കൂടെ ഉള്ളത്, സിന്ധു ഡെൽസൺ. സിന്ധു ചേച്ചി, റീലുകളിലൊക്കെ നിങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് സ്റ്റേജിൽ പാടുന്നുണ്ട്, പ്രൊമോഷൻ പ്രോഗ്രാമിൻ്റെ ഇടയിലായിരിക്കും അല്ലേ? എങ്ങനെ സിനിമയിലേക്ക് എത്തി? സിനിമയിൽ ഓൾറെഡി എൻ്റെ മോൻ നെവിൻ സി ഡെൽസൺ എന്നാണ് അവൻ്റെ പേര്. മജീദിൻ്റെ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യുന്നു, അഡീഷണൽ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവർ ഒരുപാട് സിംഗേഴ്സിനെ ട്രൈ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ വോയിസുമായിട്ട് ആ പഴയ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് സിംഗേഴ്സിനെ അന്വേഷിച്ചു. അപ്പോൾ ചുമ്മാ ജസ്റ്റ് എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, അമ്മ ഒരു 2 ലൈനൊന്ന് പാടി നോക്കാവോ ഈ പാട്ടെന്ന് ചോദിച്ച് ലിറിക്സ് തന്നു. വേറെ ലിറിക്സ് ആയിരുന്നു ശരിക്ക്. അപ്പോൾ ആ ലിറിക്സ് ഇട്ടാൽ ഞാൻ പാടിയത് അയച്ചു കൊടുത്തു, ഡയറക്ടർക്ക് അയച്ചു. അപ്പോൾ ഡയറക്ടർ മമ്മൂക്കയ്ക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു ഈ വോയിസ് വെച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് വിനായക് ശശികുമാറാണ് ഇതിൻ്റെ ലിറിക്സ് ശരിക്കുള്ള ഇതിന്. അപ്പോൾ ഈ വോയിസ് ഇഷ്ടപ്പെട്ടപ്പോൾ ശരിക്കും അവർ ആ ഫിലിമുമായിട്ട് ആ സീനുമായിട്ട് ഇത് വെച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല, പഴയ ഒരു ആ സ്റ്റൈലിലുള്ള ഒരു വോയിസാണ്, നമുക്ക് ഇത് തന്നെ എടുക്കാമെന്ന് വെച്ചിട്ടാണ് പിന്നെ നിലാക്കായും എന്ന് വെച്ചിട്ട് ആ ലിറിക്സ് വെച്ചിട്ട് ഞാൻ പാടി തുടങ്ങാം. നിലാക്കായും വെളിച്ചം പൊങ്കുതി പരവശം, കൺകൾ ഉറങ്ങാമൽ തേടുതേ ഒരു മുഖം, പുന്നകൈ പുതിരിനിൽ തടുമാറും இதயம், இந்த நாளில் வந்து சேரும் நம் காதல் சங்கமம். പടത്തില് ഈ ഒരു പാട്ട് മാത്രല്ല, ഈ ശബ്ദം ഓക്കെ ആയപ്പോഴാണ് മറ്റ് 2 പാട്ടുകൾ കണ്ടത് അല്ലേ? ഈ ഒരു അവസരത്തിൽ ചോദിക്കട്ടെ, നിങ്ങൾ പാട്ട് നന്നായിട്ട് പാടുന്നുണ്ടായിട്ടും കുറച്ച് മുന്നേ കൂടെ നമ്മൾ എന്തുകൊണ്ട് കണ്ടില്ല നിങ്ങളെ? ഞാൻ പിന്നെ അങ്ങനെ ഇപ്പം ചെറുപ്പത്തിലേക്ക് എൻ്റെ വീട്ടിലാന്ന് വെച്ചാൽ ആരും അങ്ങനെ, ഇപ്പോൾ ഞാൻ എൻ്റെ മോനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കൊണ്ടുപോയിട്ട് ഉണ്ട്. എനിക്ക് പറ്റാതെ പോയത് അത് ഞാൻ അവനിലൂടെ റിയാലിറ്റി ഷോയിലൂടെയും കോമ്പറ്റീഷൻ, എവിടെ കോമ്പറ്റീഷൻ കണ്ടാലും അവനെ കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് അവനിലൂടെ ഞാനത് ആസ്വദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ എനിക്കുള്ളൊരു പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ വാട്സാപ്പ് മ്യൂസിക് ഗ്രൂപ്പ്, സ്മ്യൂൾ ഗ്രൂപ്പ്, ഇതിനകത്തൊക്കെ ഞാൻ പാടിയിട്ട് ഞാൻ തന്നെ സ്വയം ആസ്വദിക്കുമായിരുന്നു. അങ്ങനെ ആരെയും കേൾപ്പിക്കുകയോ അങ്ങനെയും ചെയ്തില്ല. പിന്നെ ഫേസ്ബുക്കൊക്കെ എടുത്തപ്പോൾ ഇടയ്ക്കൊക്കെ അതിനകത്ത് കൊണ്ടേ ഇടും. അപ്പോൾ ഈ സാധകം എന്ന് പറഞ്ഞ സംഭവം നടന്നുകൊണ്ടുണ്ടായിരുന്നു? ചെയ്തിട്ടില്ല, ഇല്ല. എൻ്റെ മോൻ ഒരുപാട് എന്നെ തിരുത്തി തരാറുണ്ട് ഓരോ കാര്യങ്ങൾ. പാട്ടൊക്കെ പാടുമ്പോൾ ഓൾറെഡി അവൻ ഇതിലൊക്കെ വർക്ക് ചെയ്യണതുകൊണ്ട് ഓരോരുത്തരുടെ പാട്ട് ഓരോ സ്റ്റൈലുണ്ടല്ലോ, അതൊക്കെ പഠിക്കാൻ പറയും, കേൾക്കാൻ പറയും, ഒരുപാട് തവണ പാട്ട് കേൾക്കാൻ പറയും. അതൊക്കെ എനിക്ക് നല്ലൊരു അഡ്വൈസായിട്ട് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ വഴക്ക് പറയും, പാട്ട് പാടി തെറ്റുമ്പോൾ ഇങ്ങനെയല്ല പാടണ്ടേ, ഇങ്ങനെയാണ് പാടണ്ടേ, ഒരുപാട് പാട്ടുകൾ നമ്മൾ കേൾക്കണം. എന്നാലാണ് അവന് ഉള്ളിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും ഈ വോയിസ് എപ്പോഴെങ്കിലും ഒന്ന് എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് ഈ സമയത്ത് അവനിലൂടെ എനിക്ക് കിട്ടിയത് ഒരുപാട് സന്തോഷമുണ്ട്. പല പാട്ടുകളും, അതായത് വാണി ജയറാമിന്റെ പാട്ടുകളും പിന്നെ ജാനകിയമ്മന്റെ പാട്ടുകളും ഒക്കെ ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സിംഗേഴ്സ് അവരാണോ? അതെ, അവരുടെയൊക്കെ പാട്ട് തന്നെ ഞാൻ കേൾക്കുന്നത്. വാണിയമ്മ, ജാനകിയമ്മ, സുശീലമ്മ,
അവരുടെയൊക്കെ പാട്ടോ കൂടുതൽ കേൾക്കുന്നത്. എന്താന്ന് ചിത്രേച്ചിയുടെ പാട്ട് കേൾക്കും കേട്ടോ, പാടാറുമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് കൂടുതലായിട്ട് ഞാൻ എൻ്റെ ഒരു ഇതിലുള്ളതൊക്കെ ആ ടൈമിലുള്ളതൊക്കെ പാട്ടുകൾ കൂടുതൽ അതാണല്ലോ. ഓക്കെ, അങ്ങനെ അത് കേൾക്കും. അത് ആ തരത്തിലുള്ള ആ കൂട്ടത്തിലുള്ള ഒരു പാട്ട് ഇപ്പൊ പാടിത്തരാവോ? ലാ 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 ആഹാ ആ ഈ കൈകളിൽ വീണടുവാൻ സ്വപ്നം പോലെ ഞാൻ വന്നു 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 ഈ കുമ്പിളിൽ തേൻ തുള്ളികൾ മിന്നിന്ദാഹമായി വന്നു വന്നു വന്നു. ഈ ചെറിയ മുതലെടുപ്പിന്ന് ഞാൻ നടത്തും. മമ്മൂക്കനെ നേരിട്ട് കണ്ടിരുന്നോ? കണ്ടിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? ഓൾറെഡി നമുക്ക് പാട്ട് കേട്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് നമ്മൾക്ക് ഇനി സിനിമയിൽ വരുമോ ഇല്ലെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഓൾറെഡി മമ്മൂക്ക കേട്ടു, അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ലോഞ്ചിങ്ങിന് പോയതിൻ്റെ അന്നാണ് ഞാൻ ഈ ഡയറക്ടറെയും മ്യൂസിക് ഡയറക്ടറെയും മമ്മൂക്കയൊക്കെ കാണുന്നത്. അവിടെ വെച്ച് എല്ലാവരും കാണുന്നതൊക്കെ ഫോണിൽ കൂടെ ഉള്ള, പിന്നെ മോനുള്ളതുകൊണ്ട് എല്ലാം എനിക്ക് അവരുടെ നിർദ്ദേശം അനുസരിച്ച് എല്ലാം പറഞ്ഞു തരുമായിരുന്നു. അപ്പം അന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ അവിടെ പാടിയപ്പോൾ കുറേ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അത്രയും വേറെയും കുറേ ഡയറക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഒരു പേടി തോന്നിയായിരുന്നു എനിക്ക്. പക്ഷെ എന്നാലും അടിപൊളിയായിട്ട് പോയി അല്ലേ? അതെ. പടം കണ്ടപ്പോൾ, തിയേറ്ററിൽ നിന്ന് പടം കണ്ടപ്പോൾ എന്തായിരുന്നു നിങ്ങൾക്ക് അപ്പോൾ ഫീൽ ചെയ്ത്? അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. നമ്മൾക്ക് നമ്മൾ ഇപ്പോൾ ഫോണിൽ കൂടെ കേൾക്കണ പോലെ അല്ലല്ലോ ഈ തിയേറ്ററിൻ്റെ ഉള്ളിലിരുന്ന്. അപ്പോൾ ഇതെവിടെയൊക്കെയാണ് വരുന്നത്, ഏത് സ്ഥലത്തൊക്കെയാണ് ഇത് വരുന്നത്, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണെന്നൊക്കെ മോന് അതിന് ഓൾറെഡി ഉള്ളത് കൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു. അപ്പോൾ നമുക്കൊരു ഗൂസ് ബംസ് വരുമല്ലോ എന്തായാലും ആ സമയമ്പോൾ. ആ പാട്ട് കേൾക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് സ്വപ്നം പോലെ ആയിരുന്നു. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഇത്ര പെട്ടെന്ന് ആൾക്കാർ ഇത് 8 ലൈനുള്ളൂ ഈ പാട്ട് ആകെ കൂടി. അപ്പോൾ അത് ഇത്രയും പെട്ടെന്ന് ആളുകളുടെ ഹലോ ട്യൂണായി മാറി. അതെ അതെ അതെ, ഒരുപാട് സന്തോഷം. പടത്തിലെ മറ്റൊരു പാട്ട്, மன்னனே நீ மாலை மயங்கும் என் கண்ணோடு கண் சேருதே, மண்ணிலும் என் காதல் அடங்கும் பொய்விண்ணோடு நீ சொல்லுதே, மௌனமே கானமே மலரே அழகின் மொழிகள். എന്താ ഈ പാട്ട് റെക്കോർഡിങ്ങിന്റെ സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ? ഈ പാട്ട് വരുമ്പം എന്താണ് പറഞ്ഞത്, എങ്ങനെ ഈ ഒരു മൂഡിൽ പാടണം എന്ന് പറഞ്ഞു? മോനായിരുന്നു റെക്കോർഡ് ചെയ്തത്. അവനാണ് ഓൾറെഡി. നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നല്ലോ റെക്കോർഡിങ്ങിന്? അതെ, മോനായിരുന്നു റെക്കോർഡ് ചെയ്തത്. കാര്യം എനിക്ക് പേടിയുണ്ട്. അവൻ തന്നെയാണ് എല്ലാം റെക്കോർഡ് ചെയ്തത്. അപ്പോൾ എൻ്റെ ആ ഒരു കംഫർട്ട് എനിക്ക് സത്യത്തിൽ എനിക്ക് അതിശയം തോന്നിയത്, ഞാൻ ഈ പാട്ട് എനിക്ക് തന്നപ്പോഴത്തേക്കും നല്ല ചുമയുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആ ഡയറക്ടർ എൻ്റെ ഇതിന് മാറാൻ വേണ്ടിയിട്ട് ഒരാഴ്ചയോളം വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതെനിക്ക് ഇപ്പം ഞാൻ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് അത്. അപ്പോൾ ആ ചുമ മാറിയപ്പോൾ അമ്മയ്ക്ക് ചുമയാണ്. അപ്പോൾ അവർ സ്റ്റുഡിയോയിൽ അവിടെ എനിക്ക് ഓൾറെഡി വീട്ടിലുണ്ട്, ഹോം സ്റ്റുഡിയോ ഉണ്ട് ശരിക്കും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഓരോ ലൈൻ 2 ലൈൻ വീതം മോൻ പറഞ്ഞു തന്നിട്ടാണ് പാടിച്ച്. കുറേ റെസ്റ്റ് എടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ ഈ പാട്ട് പാടി തീർത്തത്. കാര്യം നല്ലപോലെ ചുമയുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ സ്ക്രാച്ച് വരുമായിരുന്നു പാടി കഴിയുമ്പോൾ. അങ്ങനെ ഇച്ചിരി സമയമെടുത്താണ് ആദ്യത്തെ മൂഡിനെ കുറിച്ച് പറഞ്ഞു. അത് പറഞ്ഞു തന്നത് ഇന്ന പാട്ട് ഏകദേശം സിനിമയുടെയൊക്കെ ഒരു ഇത് പറഞ്ഞു തന്നായിരുന്നു. റേഡിയോയിൽ കൂടെ കേൾക്കണ ഒരു ഫീലാണ് ഇത് വരുന്നത്. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കേൾക്കണതാണ്. അപ്പോൾ അതേപോലെ ഒരുപാട് ഇവനെ അതിക്ക് മുമ്പ് ഈ ലിറിക്സ് കിട്ടിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ജാനകിയമ്മയുടെ പഴയ പാട്ടുകൾ, തമിഴ് പാട്ടുകൾ അമ്മ കേൾക്കണം, പ്രൊനൗൺസിയേഷൻ, പിന്നെ ആ ഒരു സ്റ്റൈലുണ്ടല്ലോ ജാനകിയമ്മയുടെ, അതൊക്കെ ഒരുപാട് കേൾക്കാൻ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്യുന്ന പോലെ ഉണ്ടാവും അല്ലേ? ഓൾറെഡി ജാനകിയമ്മേൻ്റെ കേൾക്കലുണ്ടല്ലോ. അമ്മ അതെ.
അങ്ങനെയാണ് ഇതിൻ്റെ ഇതിൽ വന്ന എക്സ്പീരിയൻസ് അതൊക്കെ ആയിരുന്നു. ഒരു പക്ഷേ പഴയ പാട്ടുകൾ വീണ്ടും എടുത്ത് യൂസ് ചെയ്യുന്ന പ്രവണതയിൽ ഇപ്പോൾ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ ഒന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ ഇരുന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്തതല്ലേ? ശരിക്കും ഇവർ രാജാ സാറിൻ്റെ പാട്ടെടുത്തിട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു. ഈ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് പിന്നെ മുജീബാണ് ഇത് പുറത്തുനിന്ന് തന്നെ നമുക്കൊരു സിംഗർ ഇറക്കി ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചപ്പോൾ ജിതിനും അത് ഇഷ്ടപ്പെട്ടു, സമ്മതിച്ചു, മമ്മൂക്കയും സമ്മതിച്ചു. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു എല്ലാ ഏരിയയിലും പുതുമുഖങ്ങളെ ഇറക്കിയ ഒരു സിനിമ തന്നെയാണ് ഇത് അല്ലേ? നായികമാരുടെ കാര്യമാണെങ്കിലും പുതിയ സിംഗേഴ്സിനെ ഇറക്കണ ഒരു ഇത് മൈൻഡുള്ള ഒരു ഇതാണ്. പക്ഷേ മുജീബിനെ എങ്ങും അന്വേഷിച്ച് നടക്കേണ്ടി വന്നില്ല. എൻ്റെ ഈ വോയിസ് കിട്ടിയപ്പോൾ ഒരുപാട് കംഫർട്ടായി. നമുക്ക് സ്വന്തം അടുത്ത് തന്നെയല്ലേ അവനും ഉള്ളതുകൊണ്ട് അങ്ങനെ മുജീബിനോട് ഞാൻ ഈ സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു നന്ദി പറയുകയാണ് ഈ സമയത്ത്. തീർച്ചയായിട്ടും ഹാറ്റ്സ് ഓഫ്. ഇങ്ങനൊരു പുതുമുഖത്തിന് ഒരു അവസരം കിട്ടിയതിന് നല്ല രസമുണ്ട്. നമ്മൾ മമ്മൂട്ടി കമ്പനി അവരുണ്ട്, മമ്മൂട്ടി കമ്പനി, ജിതിൻ, മുജീബ്, ഇവരോട് 3 പേരോടും എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത്രയും മുജീബും പറഞ്ഞായിരുന്നു ഞാൻ ഈ ഇത് ചെയ്തപ്പോൾ ഇത്രയും ഇതാവുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഇത് എനിക്കും സന്തോഷം, അവരോട് ഞാൻ നന്ദി പറയും. ഓക്കെ. പടത്തിൽ ഡ്യുവറ്റ് സോങ് പാടി. അപ്പൊ ശ്രീരാഗാണ് കൂടെ ഉള്ള വോക്കലിസ്റ്റ്. അതിന്റെ റെക്കോർഡിംഗ് എങ്ങനെ? രണ്ടുപേരും ഒന്നിച്ച് സ്റ്റുഡിയോയിലുണ്ടായിട്ട്? അല്ല, രണ്ടുപേരും 2 സ്ഥലത്തിരുന്നിട്ട് പാടിയതാ. എന്നിട്ട് എപ്പോഴാണ് നിങ്ങൾ ഓഡിയോ ലോഞ്ചിങ്ങിനാണ്, ടീസർ ലോഞ്ചിങ് ഉണ്ടായിരുന്നു, അവിടെ വെച്ചിട്ടാണ് ലിറിക്സിസ്റ്റ് എല്ലാവരെയും കാണുന്നത് അവിടെ വിനായകനൊക്കെ അല്ലേ? അതെ അതെ അതെ. ഓക്കെ. ഹരിതയാണ് മന്നനെ എഴുതിയിട്ടുള്ളത്. അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾക്ക് ആ ഒരു ഇതിലിരിക്കാൻ പറ്റണത് തന്നെ അത് ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നല്ല രസമുണ്ട്, നമുക്ക് കാണുമ്പോൾ സന്തോഷമുണ്ട്. എന്തായാലും ഞാൻ കുറച്ച് പാട്ടുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലെ പാട്ടുകൾ നമുക്ക് ഇനിയും കേൾക്കാം. പക്ഷേ ഇത്തരം പാട്ടുകൾ ചിലപ്പോൾ ഇനി അടുത്ത പ്രാവശ്യങ്ങളുടെ കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓക്കെ. സ്വർണ്ണമുഖിലെ കുറച്ച്. സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീ, സ്വപ്നം കാണാറുണ്ടോ. വാവ്. പാട്ട് 2. മലർക്കൊടി പോലെ. മലർക്കൊടി പോലെ വന്ന തൊടി പോലെ, മലർക്കൊടി പോലെ വന്ന തൊടി പോലെ, മയങ്ങൂ നീയൻ മടിമേലേ, മയങ്ങൂ നീയൻ മടിമേലേ, അമ്പേളേ നിന്നെ പുൽകി അമ്പരം പോകി ഞാൻ, മേഘമായി നിറസന്ധ്യയായി ഞാൻ, ആരോമലേ വിടന്നിന്നിൽ നീയൊരു പൊൻതാരമായി. പാതിരവായ നേരം. പാതിരവായ നേരം പനിനീർ കുളിരമ്പിളി, എൻ്റെ മനസ്സിൻ്റെ മച്ചും മേലെന്തേ നുരങ്ങാതലയുന്നു നീ, ആരിരം രാരം പാടി കടിഞ്ഞൂൽ കനവോടെ താഴെ തണുപ്പിൻ്റെ കിളിപ്പായയിൽ ഉറങ്ങാതൊരുകുന്നു ഞാൻ. ഇങ്ങനെ ഉറങ്ങാതിരിയിട്ടുണ്ട് കോവിഡ് സമയത്ത്. ശബ്ദം പോയി. അത് ഭയങ്കര ഒരു വിഷമായിരിക്കും. ഭയങ്കര വിഷമായിരുന്നു. ഞാൻ കരഞ്ഞുകൊണ്ട് വീട്ടിലെല്ലാവരോടും പറയായിരുന്നു എനിക്ക് പാടാൻ പറ്റില്ല. എങ്ങും പോയി പാടിയില്ലെങ്കിലും ഞാൻ എൻ്റെ പാട്ട് സ്വയം പാടി സ്വയം തന്നെ ആസ്വദിക്കണ ഒരാളാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു. അതൊക്കെ ഈ സമയത്ത് എനിക്ക് തിരിച്ചു തന്നതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ മനസ്സ് അത്രയും പാട്ടിനോട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് തിരിച്ചെത്തിയ ഒരു സോളാണ്. എനിക്ക് മ്യൂസിക് എന്ന് പറയണേ ഭയങ്കര സോളാണ് എനിക്ക്. അതെൻ്റെ മോനിലൂടെ എനിക്ക് ഒരുപാട് സാധിച്ചു, അവനിലൂടെ തന്നെ എനിക്കും അത് സാധിക്കാൻ പറ്റും. എന്തായാലും സന്തോഷമുണ്ട് ഒരുപാട്. ഇനിയിപ്പോ പാട്ട് പാടി ഒറ്റയ്ക്ക് ആസ്വദിക്കുകയാണെങ്കിൽ ഞങ്ങൾ സെൽഫിഷ് എന്ന് പറയും. ഒരുപാട് സന്തോഷം വരട്ടെ. സിന്ധു ചേച്ചിയെ പോലുള്ള ആളുകൾക്ക് ഇതുപോലെ തന്നെ ഒരു കൃത്യമായ സമയം തിരിച്ചറിയാനുള്ള ഒരു അവസരവും കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു മോളെ.